ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വാഴക്കൂമ്പും വൻപയറും കൂടെ തോരൻ വെച്ച് നോക്കിയാലോ. നല്ല ടേസ്റ്റിയാണ് അതെ കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വൻപയർ ഞാൻ വേവിച്ചും വെച്ചു. അതിനുശേഷം അരപ്പ് റെഡിയാക്കാം നമുക്ക്. അതിലേക്ക് കാന്താരിമുളകാണ് ഞാൻ അരച്ച് ചേർക്കുന്നത്. അതിന് ജീരകം ഇട്ടു, കുറച്ച് ജീരകം, ഒരു നുള്ളി ജീരകം, ഒരു 2 അല്ലി വെളുത്തുള്ളി, 2 കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയും ഇട്ടാണ് നമുക്ക് അരപ്പ് ചതച്ചെടുക്കണം. ഇത് ഫൈനായിട്ട് അരിയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി, തോരനല്ലേ. അപ്പം ചെറുത് രീതിയിലൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ അല്പം ഏറെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഇടുക. പിന്നെ കടുകിട്ട് പൊട്ടുമ്പോഴത്തേന് ചുമന്നുള്ളി ഇടാം, കറിവേപ്പില ഇടാം, വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം നമുക്കത്. ഇത് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് ഒരു തരി വെള്ളവും കൂടെ ചേർത്ത്, ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കറക്കി അരപ്പെല്ലാം ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വാഴക്കൂമ്പിനകത്ത് വെള്ളം ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. വൻപയർ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചേക്കുവാണല്ലോ. ഇനി ഇതിലേക്ക് വാഴക്കൂമ്പ് ആഡ് ചെയ്തു. വാഴക്കൂമ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന വൻപയറും കൂടി അതിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് ഇളക്കണ്ട. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വാഴക്കൂമ്പിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഇത് വാഴക്കൂമ്പ് ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് 4 മിനിറ്റ് നേരം നമുക്കൊരു ലോ ഫ്ലെയിമിലും വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതിനുശേഷം ഇത് തുറന്നിട്ട് നല്ലതായിട്ട് തോർത്തിയെടുക്കാവുന്നതാണ്. ഇത് തുറന്നിട്ടൊന്ന് തോർത്തെടുക്കും. ഇപ്പം ഏകദേശം വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സർവിംഗ് പ്ലേസിലേക്ക് മാറ്റാം. പിന്നീട് നമുക്കത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമെന്നില്ല. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.